എടാ കണ്ണ, നിന്റെ ജീവിതത്തിലേക്ക് ഇവള് വന്ന ശേഷം ഞാൻ തളയ്ക്കപ്പെട്ടടാ. എല്ലാ അർത്ഥത്തിലും തളയ്ക്കപ്പെട്ടു. ഇത് നല്ല പരിചയമുള്ളതാണല്ലോ. അല്ല, ഈ നെക്ലസ് കണ്ടിട്ട് ഇത് കണ്ണൻ അവളും കൂടിയാണല്ലോ കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് പോയത്. എന്നിട്ടതെങ്ങനെയാ അവളുടെ ഉണ്ണിയേട്ടന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആവുന്നത്? എന്താണ് ആലോചിച്ചോണ്ടിരിക്കുന്നത്? ആ, നാളെയല്ലേ ഉണ്ണി അവന്റെ പെണ്ണും കൂടെ ഇവിടെ വരുന്നതിന് വരുന്ന? അതെ. നമുക്ക് അവർക്ക് എന്തെങ്കിലും ഒരുക്കി കൊടുക്കണ്ടേ? പിന്നെ വേണ്ടേ? ഉണ്ണി നിന്റെ അച്ഛന്റെ സ്വന്തം അനന്തരവനാ, അല്ലാതെ കണ്ണനെ പോലെയല്ല. അതുകൊണ്ട് നല്ല രീതിയിൽ അവരെ സൽക്കരിക്കണം. സ്വന്തം വീട്ടിൽ പോലും വേറൊരു വേലക്കാരിയായിരുന്നു മഹാലക്ഷ്മി. എന്നാ കരുണേട്ടത്തി അങ്ങനെയല്ല. ഒരുപാട് ലാളിച്ച ഏട്ടത്തിയുടെ അച്ഛനും മുത്തശ്ശിയും ഒക്കെ വളർത്തിയത്. അമ്മേ, എടുത്ത് സ്വാതി, ഈ മാല ഒന്ന് നോക്കിയേ. ഇത് ഞങ്ങള് കണ്ടു. ഉണ്ണിയേട്ടൻ ഏട്ടത്തിക്ക് കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റാ. അവൻ അവൾക്കൊന്നും വാങ്ങിക്കൊടുക്കുന്നില്ലെന്നായിരുന്നല്ലോ പരാതി. അതേതായാലും ഇതോടെ തീർന്നു കാണും. എന്നുവെച്ചാ ലക്ഷങ്ങൾ വില വരുന്ന നെക്ലസാ വാങ്ങിക്കൊടുത്തിരിക്കുന്നേ. അതെ അതെ, ലക്ഷങ്ങളുടെ വില വരുന്ന നെക്ലസാ. അല്ല, നാളെ അവരിവിടെ വരുമ്പോ അതിന്റെ വില എത്രയാന്ന് ചോദിക്കണം. അത് നിനക്കറിയത്തില്ലേ? അവര് നമ്മുടെ ജ്വല്ലറിന്നായിരിക്കുമല്ലോ സ്വർണം വാങ്ങിയത്. ആ സമയത്തെ ഞാൻ അവിടെ ഇല്ലായിരുന്നു. ഓ, ഇത് വെച്ച് നാളെ ഞാനൊരു കളി കളിക്കും. രണ്ടാളും കൂടി ഇങ്ങോട്ട് പോന്നോ? ഇളയമോളുടെ ബർത്ത്ഡേക്ക് അമ്മ അവിടെ കാണുന്നു കരുതി, എന്നിട്ട് കണ്ടില്ല. എന്നാ പിന്നെ ഇവിടെ വന്ന് അമ്മയെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. ഞാൻ വരാതിരുന്നത് മനഃപൂർവ്വം അല്ല മോനെ. രാവിലെ അമ്പലത്തിൽ പോയി കരുണയുടെ പേരിൽ അർച്ചനയും വഴിപാടും ഒക്കെ കഴിപ്പിച്ചു. പിന്നെ അവിടെ വന്നു കഴിഞ്ഞാല് അവളുടെ മുത്തശ്ശിയുടെ കാര്യം അറിയാലോ. എന്റെ മരുമക്കള് മുന്നിൽ നിന്നാ പോലും അതൊന്നും നോക്കാതെ അമ്മ വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറയും. ചില നേരത്ത് തല്ലുകയും ചെയ്യും. ഇക്കാലത്ത്
അങ്ങനെയുള്ള അമ്മമാരൊക്കെ ഉണ്ടോ? ആ കരുണയുടെ മുത്തശ്ശി അങ്ങനെ തന്നെ. രണ്ടാളും വാ വാ മോനെ. വാ. അവളൊരു സ്വർണ്ണ നെക്ലേസ് ഒക്കെ ഇട്ട് എനിക്ക് കേക്ക് മുറിക്കുന്ന ഒരു ഫോട്ടോ അയച്ചു തന്നായിരുന്നു. ആ നെക്ലസ് എങ്ങനെ ഉണ്ടായിരുന്നു അമ്മേ? നന്നായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവളെ വിളിച്ച് പറയുകയും ചെയ്തായിരുന്നു. ഉണ്ണി അങ്ങനെ ഒരു നെക്ലേസ് വാങ്ങിച്ചു കൊടുത്തതുകൊണ്ട് ഇപ്പൊ അവളുടെ പരാതിയൊക്കെ തീർന്നു കാണുമല്ലോ. പരാതി തീർന്നു മാത്രമല്ല, അത് ഉയർത്തി കാണിച്ചിട്ട് എന്നെ ഇയാളെയും അവർക്ക് ഒരുപാട് കൊച്ചാക്കാനും ശ്രമിച്ചു. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.